അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയതെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞതാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. പക്ഷേ അപ്പോഴും അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ട് കളയും എന്ന് നമ്മളാരും വിചാരിച്ചില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷേ ഞാനെങ്കിലും വിചാരിച്ചില്ല. ഇദ്ദേഹം ഇറാൻകാരോട് സംയമനം പാലിക്കാൻ ടെഹ്റാനിൽ നിന്നും ആണവ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞപ്പോഴും മൂപ്പിലാൻ്റെ പല തമാശകളിൽ ഒരു തമാശ മാത്രമായിട്ടേ കണക്കാക്കിയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചു. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. അമേരിക്കയുടെ അത്യന്താധുനിക വിമാനങ്ങൾ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗം നടത്തി. അത് ബോംബെന്ന് പറഞ്ഞാൽ 1.5 ബോംബാണ്. ആ ഭൂമി തുരന്ന് കോൺക്രീറ്റ് തകർത്ത് ഭൂഗർഭത്തിലിരിക്കുന്ന ആ ഇറാൻ്റെ ആണവായുധങ്ങൾ വരെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഈ മഹാഭാരതത്തിൽ ഇതുപോലൊരു സാധനത്തെ പറ്റി പറയുന്നുണ്ട്. യുദ്ധം അവസാനിച്ചതിന് ശേഷം പാണ്ഡവന്മാരിൽ അവസാനിച്ച ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയതിന് ശേഷം അശ്വത്ഥാമാവ് എന്തോ ഒരു അസ്ത്രം പ്രയോഗിച്ച് അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വരെ കൊലപ്പെടുത്തി എന്ന് കേട്ടിട്ടുണ്ട്. ആ സാധനമാണ് അമേരിക്ക ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഹിന്ദുത്വവാദികൾക്ക് പറയാം. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനി എന്നല്ല, അവൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു ചെയ്ത്ത് മഹാഭാരതത്തിൽ മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അമേരിക്കക്കാർക്കും അതിന് കഴിവുണ്ട് എന്നവർ തെളിയിച്ചു. സത്യം പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി കോരിത്തരിച്ചു പോയി. പുള്ളി പറഞ്ഞത് അമേരിക്കയുടെ ഈ ധീരമായ നടപടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. കാരണം അമേരിക്കയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ കെൽപ്പുള്ളൂ. അമേരിക്ക അത് ചെയ്തു. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കലാപരിപാടിക്ക് ഇവരുടെ ഭാഗത്ത് കിട്ടിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞ കാലത്ത് കേട്ടു. ഏതായാലും ലോകരാജ്യങ്ങളുടെ ഇടയിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അമേരിക്കയും ഇറാനും എല്ലാവരും സംയമനം പാലിക്കണം എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. സംയമനത്തിൻ്റെ കുറവ് കൊണ്ട് യുദ്ധം വ്യാപിക്കരുത്. സംശയമൊന്നുമില്ലല്ലേ? മിക്കവാറും രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ഈ രീതിയിലാണ് അഭിപ്രായപ്പെട്ടത്. ഉടനെ തന്നെ സമാധാനം പാലിക്കണം എന്ന് പറയുമ്പോഴും ബ്രിട്ടനും ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊക്കെ പറയുന്നത് ഇറാൻ്റെ ആണവായുധം എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് ഭയങ്കരമായ ഒരു പ്രതിസന്ധിയാണ്, ഒരു വൈതരണിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം അനിവാര്യമായി തീർന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ അധാർമികതകളെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഈ കാര്യങ്ങളിലൊക്കെ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയാം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പോൾ അതുകൊണ്ട് കയ്യൂക്കുള്ളവൻ അമേരിക്കയാണ്. അമേരിക്ക പറയുന്നത് തെറ്റാണെന്ന് പറയാനായിട്ട് വളരെ കുറച്ച് രാജ്യങ്ങളുള്ളൂ. ഹമാസ് പറഞ്ഞിട്ടുണ്ട്, ഹൂതികൾ പറഞ്ഞിട്ടുണ്ട്, തുർക്കിയും ഏതാണ്ട് മുക്കിമൂളിയൊക്കെ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെനിസ്വേല, ഗോട്ടിമാല, അങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങൾ, ചിലി, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഖാവ് MA ബേബി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, ഇവരൊക്കെ അമേരിക്കയുടെ അതിക്രമത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ അമേരിക്ക നല്ല കാര്യം ചെയ്താലും അപലപിക്കും, അവർ അമേരിക്ക ബോംബാക്രമണം നടത്തിയാലും അപലപിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെത്ര അപലപിച്ചാലും അമേരിക്ക ഇതൊന്നും ഗൗനിക്കില്ല എന്നുള്ള വേറെ കാര്യം. അതിപ്പോൾ ചിലി അപലപിച്ചാലും, അതുപോലെ ക്യൂബ അപലപിച്ചാലും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അപലപിച്ചാലും, അഡ്വക്കേറ്റ് ജയശങ്കർ അപലപിച്ചാലും അമേരിക്കയ്ക്ക് പുല്ലാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് 1972 നവംബർ എന്ന് വിചാരിച്ചു. അന്നാണ് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെൻറ്റ് വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറണം എന്ന് പ്രമേയം പാസ്സാക്കിയത്. ആ പ്രമേയം കണ്ട് പ്രസിഡന്റ് നിക്സന് പനി പിടിച്ചു എന്നാണ് അന്നത്തെ കേൾവി. ഹെൻറി കിസിംഗർ പേടിച്ച് പറഞ്ഞു പോയി. കാരണം ആവശ്യപ്പെട്ടത് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെൻറ്റാണ് എന്ന് പറഞ്ഞ പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെ യുദ്ധ പരിശ്രമത്തെ ഞങ്ങൾ അപലപിക്കും. ഇറാൻ്റെ പരമാധികാരവും ഭൂപരമായ ഐക്യവും സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ല. അമേരിക്കയ്ക്ക് ആണ് ശക്തി. അങ്ങനെ അമേരിക്കയുടെ ഒരു വലിയ കടന്നുകയറ്റം ഇറാന് നേരെ ഉണ്ടാകുകയാണ്. ഇന്ത്യയുടെ ഒരു സുഹൃത്താണ് ഇറാനോട് ഇന്ത്യക്കാരായ നമുക്ക് എല്ലാവർക്കും സവിശേഷമായൊരു സ്നേഹമുണ്ട്. മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു സംസ്കാരമാണ് ഇറാൻ്റേത്. അറബികളുടെ പോലെയല്ല, പേർഷ്യയ്ക്ക് വലിയ ഗംഭീരമായ ഒരു സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉണ്ട്.
അതിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ഈ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുഹമ്മദ് റേസ ഷാ പഹ്ലവി. ആ പഹ്ലവിയെ അയത്തുള്ള ഖൊമേനി വന്നപ്പോൾ ഇറാനിൽ നിന്ന് ഓടിക്കുകയും അത് ഈജിപ്തിലേക്കും പിന്നെ സ്വിറ്റ്സർലൻഡിലേക്കും അവിടുന്ന് അമേരിക്കയിലേക്കും പോവുകയും അവിടെ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴുണ്ട്, കിരീടാവകാശിയായ റേസ ഷാ പഹ്ലവി. പുള്ളി ഇനിയിപ്പോൾ അമേരിക്കയുടെ താല്പര്യപ്രകാരം ടെഹ്റാനിലേക്ക് തിരിച്ചു വരുമോ, അവിടുത്തെ രാജഭരണം പുനഃസ്ഥാപിക്കുമെന്ന് നമുക്കറിയില്ല. ഈ പഹ്ലവിയുടെ മൂത്ത മകൾ നൂർ ആ ഒരു പൗരാവകാശ പ്രവർത്തകയാണ്. ഇറാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു യുവതിയാണ്. നൂറിൻ്റെ സഹോദരി ഇമാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു അമേരിക്കൻ യഹൂദനെ കല്യാണം നടന്നത് ന്യൂയോർക്കിൽ വെച്ചാണ്. സിവിൽ മാരേജ് ന്യൂയോർക്കിൽ വെച്ച് നടന്നു. അതിനുശേഷമുള്ള കസ്റ്റമറി മാരേജ് അത് പേർഷ്യൻ യഹൂദ രീതികൾ കലർന്ന ഒരു വിവാഹമായിരുന്നു. അത് പാരീസിലെ പ്രസിദ്ധമായ ആർക്ക് ദ ട്രയംഫിന് അപ്പുറത്ത് വെച്ച് നടത്തി എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു, അതിൻ്റെ ദൃശ്യങ്ങളും കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ യഹൂദന്മാരാണ് പഹ്ലവിയുടെ കുടുംബത്തിൽ പോലും വന്ന് കയറിയിട്ടുള്ളത്. അയാളുടെ കാലുപറക്കത്തുണ്ടാകും തോന്നുന്നു. അമേരിക്ക ഇതുപോലെ ഈ ഭൂമിക്ക് അടിയിലുള്ള സാധനങ്ങളെ തകർക്കുന്ന മിസൈലുകൾ പോലും ഉപയോഗിച്ചത് എന്ന് വിചാരിക്കാൻ കാരണമുണ്ട്. ഏതായാലും കരിമരുന്ന് പ്രയോഗം ഗംഭീരമായി. ഇനി ഇറാൻ്റെ തിരിച്ചടിയും തുടങ്ങിക്കഴിഞ്ഞു. ഇറാൻ തിരിച്ചടിക്കുന്നത് അമേരിക്കയിൽ പോയി ബോംബിടാൻ നിർത്തിയില്ലോ. വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ബോംബിടണം എന്ന് ഇറാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും നടപ്പില്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ ചില സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലുണ്ട്. അവിടെയൊക്കെ വല്ല ഡ്രോൺ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഏറുപടക്കം പന്നിപ്പടക്കമൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്താനേ പറ്റുള്ളൂ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. പിന്നെ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയക്കാം, മിസൈലുകൾ അയക്കാം. അതിനപ്പുറത്തൊന്നും ഇറാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അങ്ങനെ ഇറാൻ അവർക്ക് പറ്റുന്ന രീതിയിൽ ലാത്തിരി, പൂത്തിരി, കമ്പിത്തിരിയൊക്കെ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. അതിനിടയ്ക്ക് ആയത്തുള്ള ജീവനും കൊണ്ട് ബംഗറിലേക്ക് പോയി എന്ന് പറയുന്നവരുണ്ട്. അതല്ല, പുള്ളി യമനിലേക്ക് കടന്നു കളഞ്ഞു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുമല്ല, പുള്ളി റഷ്യയിലേക്ക് പോയി എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. റഷ്യയിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം അമേരിക്കക്കാർ വേറെ എവിടെ ചെന്ന് ആക്രമിച്ചാലും റഷ്യയിൽ പോയി ആക്രമിക്കില്ല. ഈ സുഗ്രീവൻ ബാലിയെ പേടിച്ച് റഷ്യ മൂകാജലത്തിൽ പോയി എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യ മൂകാജലത്തിന് തുല്യമായിട്ടുള്ള സ്ഥലമാണ് മോസ്കോ. അവിടെ പോയി ഒളിവിൽ കഴിയുകയാണ് എന്ന് കേൾക്കും. ഏതായാലും ആയത്തുള്ളക്ക് ഈ വയസ്സുകാലത്ത് ഇതൊക്കെ കാണുകയും കേൾക്കുക അനുഭവിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. നമുക്കൊക്കെ ദുഃഖമുണ്ട്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കി കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? പക്ഷേ അതിനപ്പുറത്ത് വേറെ പിന്തുണയൊന്നും ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. പിന്നെ തുർക്കിയുടെ അല്ലെങ്കിൽ പനാമയുടെ, ചിലിയുടെ, ക്യൂബയുടെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അപ്പോൾ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ, മീഡിയ വൺ ചാനലിൻ്റെ മാത്രം പിന്തുണ ഇപ്പോൾ പാവത്തിനുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് വയസ്സുകാലത്ത് ഇങ്ങനൊരു ദുർവിധി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആയത്തുള്ളയുടെ ദുഃഖത്തിലും റേസ ഷായുടെ സന്തോഷത്തിലും പങ്കുചേർന്നുകൊണ്ട് ഈ പരിപാടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.